മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സ്ഥലത്തെ റോഡ് അടച്ചു. ഡിസാസ്റ്റർ ടൂറിസം, അതായത് വിനാശങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് വിനോദസഞ്ചാര കേന്ദ്രം പോലെ യാത്ര ചെയ്യുന്നതാണ് ഡിസാസ്റ്റർ ടൂറിസം എന്ന പേരിട്ട് വിളിക്കുന്നത്. ഡിസാസ്റ്റർ ടൂറിസമായിട്ട് ഈ കൂരിയാട് ഭാഗത്തെ മണ്ണിടിച്ചിലിലെ കാണരുത് എന്നാണ് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് പറയുന്നത്. തകരാത്ത ഒരു വശത്തെ സർവീസ് റോഡ് ഉടൻ തുറന്നുകൊടുത്ത് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ തീരുമാനമായി. സമീർ ബിൻ കരീം നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സമീർ, ഗുഡ് മോർണിംഗ്. ഡിസാസ്റ്റർ ടൂറിസ്റ്റിന് അവിടെ ആളുകൾ എത്തുന്നുണ്ടോ? എന്താണ് വിവരം? വെരി ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ രാത്രിയിൽ വരെ നിരവധി ആളുകളാണ് ഈ അപകടം സംഭവിച്ച ഇടത്ത് സന്ദർശിക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നത്. അപകടം നടന്ന അന്ന് മുതൽ ഇന്നലെ രാത്രിയിൽ വരെ വലിയ തരത്തിലുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ ഒരുപാടധികം സമയം ചിലവഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമ്മളടക്കം അതിൻ്റെ അപകടം വാർത്ത നൽകി മുന്നറിയിപ്പ് നൽകിയതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നടപടിയെടുത്തിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് പ്രവേശിക്കുന്ന ഈ സർവീസ് റോഡ് പൂർണ്ണമായും കൊട്ടി അടച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകാൻ കഴിയാത്ത വിധമുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അപകടം നടന്നതിന് എതിർവശത്ത് ഒരു സർവീസ് റോഡ് കടന്നു പോകുന്നുണ്ട്. ആ സർവീസ് റോഡ് ഏതാനും ചില പ്രവർത്തികൾ കൂടി പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാനും കൂടി ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചതായി ജില്ലാ കളക്ടറെ അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ റോഡ് തകർന്നത് മൂലം ഈ ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ കൊളപ്പുറത്ത് നിന്ന് തിരുരങ്ങാടി വഴിയാണ് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരുരങ്ങാടി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ശക്തമായ ഗതാഗതക്കുരുക്ക് കഴിഞ്ഞ അപകടം നടന്നത് മുതൽ അനുഭവപ്പെടുന്നുണ്ട്. അത് ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കണക്കിലെടുത്താണ് അപകടം സംഭവിക്കാത്ത സർവീസ് റോഡ് പൂർണ്ണമായി പരിശോധന നടത്തി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ പൂർത്തിയാക്കി അതുവഴി ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്ന വിദഗ്ധ സംഘവും ഉടൻ തന്നെ ഇവിടെ സന്ദർശിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ ശക്തമായ മഴ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മഴ കാരണം കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ വിള്ളൽ വ്യാപിക്കുകയോ അല്ലെങ്കിൽ റോഡ് കൂടുതൽ തകരുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ള ഈ ദേശീയപാതയോട് ഓരത്ത് താമസിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ വലിയൊരു ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക ഉടനടി പരിഹരിക്കണം, നീക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു.